ഗൈസ്, നമുക്കിന്നൊരു കാബജി ഉണ്ടാക്കാം. നമ്മൾ കറിക്കാണ്ടല്ലോ പച്ചക്കറി കടയിൽ നിന്ന് മേടിക്കണം, അതാണ് എടുത്തിരിക്കുന്നത് ഗൈസ്. ഇതാ 2 ഇരട്ട കുട്ടികളെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതാ ഇരട്ടക്ക. അപ്പം നമുക്ക് അവരെ കട്ട് ചെയ്ത് മാറ്റാം. പാവം, കഷ്ടം മക്കളെ, പാവം. എന്താ എന്നിട്ട് അതിൻ്റെ മൂടും ചെത്തി ഞാൻ കഴുകിയെടുത്തതാണ്. എൻ്റെ തലയും ചെത്തി ഒരു ചെറുതായിട്ട് നമുക്ക് ഒന്നങ്ങോട്ട് ചെത്തി കൊടുക്കാം. ഇത് തൊലി കളയാതെയാണ് ഇത് സാധാരണ ഉണ്ടാക്കാറ്, പക്ഷേ ചെറിയ രീതിയിലൊന്ന് ചെത്തിയെടുക്കാം. അങ്ങനെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഞാൻ ചെറിയ രീതിക്കാണ് കളഞ്ഞത്. അപ്പോൾ എന്നിട്ട് കഴുകി ഇതിനെ കട്ടി കുറച്ച്, നമ്മൾ എത്രത്തോളം കട്ടി കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കട്ടി കുറയ്ക്കണം. കണക്കിനാണ് നമ്മൾ എടുക്കാനുള്ളത്. ഇതിപ്പോൾ എനിക്ക് തോന്നണ ഒരു 10 എണ്ണത്തിന് വരുമെന്നറിയാൻ വയ്യ. കണ്ട, ഇങ്ങനെ എടുക്കണം, അതാണ് ടേസ്റ്റ്. ലിയോ ഉടന്ന് കുരയ്ക്കണം ഗൈസ്, ഞാൻ നോക്കിയിട്ട് വരട്ടെ. അങ്ങനെ നമ്മളെ കായെല്ലാം നല്ല കട്ടി കുറച്ച് ചീവി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 എണ്ണം 10 എണ്ണം ആക്കാം. ഇനി നമുക്ക് മാവ്, കടലമാവ്, അരിമാവ് ചേർക്കുന്നില്ല, കടലമാവ് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ മാവ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം വേണ്ടി വരുമായിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് മാവ് വരണമെങ്കിൽ ബാക്കി മാറ്റി തരാം. പിന്നെ ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ചേർക്കും കേട്ടോ, ശകലം ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കും. പിന്നെ മുളക് പൊടി, നമ്മളെ സാധാ മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ ഇത്തിരി തോനെ എടുത്ത്, എനിക്ക് എരി വേണം. പിന്നെ കായപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് നമുക്ക് പൊടി ഉപ്പാണ് ഇടുന്നത്. അപ്പോൾ ഉപ്പും ചേർത്ത് ഇനി ഞാൻ ശകലം സോഡാപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. നമ്മൾ അപ്പമൊക്കെ ചുടണ ഒന്ന് പൊള്ളാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ശകലം സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ പരുവത്തിന് കുഴച്ചെടുക്കാം. ഇത് ഇങ്ങനെ വെച്ചേക്കൊന്നും വേണ്ട കേട്ടോ, അപ്പോഴെ തന്നെ നമുക്കുണ്ടാക്കാം. അതുപോലെ ഇങ്ങനെ ആക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിലൊരു കറ കണക്ക് പിടിച്ച് കറുത്ത കണക്കാവും. അപ്പോൾ അങ്ങനെ വെച്ചേക്കണ്ട. നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി പാകത്തിനാക്കി എടുക്കാം. ഒരുപാട് വെള്ളം ആവരുത്, കുറുവേം ചെയ്യരുത്. മാവ് കലക്കി ഇതാണ് പരുവം. ഒരുപാട് കട്ടിയായിട്ടില്ല, ഭയങ്കര ലൂസും ആയിട്ടില്ല. അതാണ്ട ഈ കറണ്ടിയിൽ ഇങ്ങനെ പറ്റിയിരിക്കണുണ്ടോ, ഇതാണ് പരുവം. അപ്പം ഇതിനി നമുക്ക് ബജി ഉണ്ടാക്കി തുടങ്ങാം. നല്ല എണ്ണ വേണം, ഇതെല്ലാം മൂട്ടെടുക്കണ്ടേ. നമ്മളെ ഇതിലോട്ട് ഇങ്ങനെ മുക്കി ഇങ്ങനെ മുക്കിയതിന് ശേഷം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഓരോന്ന്, ഇത് വലിയ ചട്ടി അല്ലാത്തത് കൊണ്ട് അറിയാൻ പറ്റൂല, ഓരോന്ന് മൂപ്പിച്ചെടുക്കാം. കുഴപ്പമില്ല, ഇവിടെ അല്ലേ മറിച്ചിട്ടപ്പോഴത്തേക്ക് മറ്റേ സൈഡ് പൊള്ളി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഇടാം, 2 പേര് കിടക്കട്ടെ അതിൽ. ഇനി നമുക്കൊന്ന് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ അകം വേവൂല, അതിൻ്റെ മുരിഞ്ഞ് നല്ലതുപോലെ വെന്തണക്കായി വരണം അകത്ത്. ഇതെന്താ ചുണ്ട് വന്നു, മാവ് തിരക്കിയിട്ട് ഇതാണ്. നമ്മളെ ബജി നല്ലതുപോലെ പൊള്ളി വന്നിട്ടുണ്ട്.
അപ്പം നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം അടുത്തത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മാവിൽ മുക്കുക, കുറഞ്ഞ തീയിൽ. അപ്പോഴേ ഇത് ഇനി എന്തോന്ന് ചെയ്യണം, ഇനി നമ്മൾ കോരി എടുത്തതിന് ശേഷം തീ കൂട്ടി വെച്ച് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ അടുത്തത് ഇട്ട് കൊടുക്കാനുള്ളത്. അയ്യോ, മാവ് സാരമില്ല, അത് നേരെയാക്കി എടുക്കാം നമുക്ക്. ഈ 2 എണ്ണ ഇടത്തുള്ളൂ. ഇതൊന്ന് ഇതായതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ബജി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടോടെ കഴിക്കണ്ടേ, അപ്പം എന്തോന്ന് ചെയ്യണം, ചട്ടിനി വേണമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സവാള, ഇതാ 1 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ 1 തക്കാളി, 1 എരിവുള്ള പച്ചമുളക്. ഇതാ തക്കാളി ഞാൻ തൊലി ചെത്തി കളഞ്ഞ് എല്ലാം കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പം എന്നിട്ട് ലേശം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് സവാള ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കത് പേസ്റ്റ് പരുവാക്കാം. ഇതാ തൊലി ചെത്തി കളയണം ഇതിൻ്റെ. നമ്മൾ തക്കാളി എപ്പോഴെടുത്താലും ഇന്നതാ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരണം. ഈ മുളക് പൊടിയും കൂടെ ഒന്നങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചട്ടണി കഴിക്കുമ്പോൾ ഇനി ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് അടിച്ചെടുക്കാം. പിന്നെ നമ്മളെ ചട്ടിനി അരച്ചെടുത്തിട്ടുണ്ട്, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. തക്കാളിയുടെ ഇതാണ്, തക്കാളി ഉള്ളിയെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബജിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ ബജി പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. ചൂടോടെയാണ് ഇത് കഴിക്കാൻ നല്ലത്. അതുപോലെ നമ്മൾ ചട്ടിനി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴിതാ ഇങ്ങനെ എടുത്ത് ചട്ടിനിയിൽ ഇങ്ങനെ മുക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബായ്.